ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. എന്നെ കാണാനായിട്ടായിരിക്കില്ല ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒരു രസമല്ലേ. കുറെ നാൾ കഴിയുമ്പോ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാണാനല്ലേ പോയിട്ടാ. ഒരു ആൽബം പോലെ നമ്മളിങ്ങനെ ഇങ്ങനെ എല്ലാം ശേഖരിച്ചു വെക്കുകയും. ആൽബത്തിന്റെ കാര്യം പറയുമ്പോ രണ്ടുപേരും ഈ സിനിമ ഇൻഡസ്ട്രിയും വീഡിയോ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാലും അപ്പൊ എന്താ ഈ സ്വന്തം ആശാരി കട്ടിൽ പണിയില്ല എന്ന് പറയുന്നതല്ലേ, വീട്ടിൽ കട്ടിൽ പണിയില്ല എന്ന് പറയുന്നതന്നെയാണ്. നമ്മുടെ വീഡിയോയും ഇതൊക്കെ നമ്മുടെ സുഹൃത്തിനെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചു. ഈ നിമിഷം വരെ ഇന്നേ വരെ അത് കിട്ടിയിട്ടില്ല. ഈ മീൻ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ എന്റെ സുഹൃത്തായ എന്റെ കൂടെ പഠിച്ചതാണ്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു, പക്ഷേ മോനെ ഇന്നലെ പിടിച്ച മീൻ തന്നെ. അപ്പോൾ ഇങ്ങനെ മേലോട്ട് നോക്കും, അവൻ ചിരിക്കുന്നേ, എന്റെ സ്വഭാവം മാറിയിട്ടല്ലേ. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും നമ്മളൊരു വീടും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ തൊടിയുടെ മുന്നിൽ തന്നെ ഉണ്ടാകും അല്ലേ. തൊടിയുടെ പച്ചമുളക് എല്ലാം അവിടുന്ന് പറിച്ച് അവിടുന്ന് എടുത്ത് കറി. ഇത് തന്നെയാണ് ജീവിതം. ഇതിനപ്പുറം ജീവിതം ഇത് തന്നെയാണ് ജീവിതം. അടിച്ചു പൊളിച്ച് നമ്മൾ ജീവിക്കും. എനിക്കും ഭയങ്കര ആഗ്രഹമാണ് നമ്മളെ തൊടിയിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുക. പച്ചക്കറികളിലെ വിഷബാധ ഏൽക്കാതെ പറ്റാവുന്നെല്ലാം നമ്മളെ അല്ലേ വീടാ നമ്മുടെ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇപ്പം നമുക്ക് ഒരു പ്ലോട്ട് 25 സെന്റ് സ്ഥലമേ ഉള്ളൂ. വേറൊരു പ്ലോട്ട് ഉണ്ടല്ലോ, അതും അവിടെ എന്തെങ്കിലും ഒന്നും നട്ടിട്ടില്ല നമ്മൾ ഇതുവരെ. 10 വർഷം വാങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ മീൻകറി